അതെ, ചേട്ടൻ എന്തെന്നാ ഈ ആലോചിക്കണത് ഇവിടെ ഇരുന്ന്? അല്ല, 10 വർഷം മുമ്പ് നമ്മൾ ഇത്ര സന്തോഷത്തിലാണ് കഴിഞ്ഞിരുന്നതെന്ന് ആലോചിച്ചതാ. ചേട്ടൻ എന്ത് വർത്താനം ഈ പറയണ? നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് അതിന് 9 വർഷമല്ലേ ആയുള്ളൂ. അതാ പറഞ്ഞത്, 10 വർഷം മുമ്പ് നമ്മൾ എത്ര സന്തോഷത്തിലാണ് കഴിഞ്ഞിരുന്നതെന്ന്. അയ്യേ, തമാശിച്ചതാണല്ലേ? തമാശിച്ചതല്ല, സ്വയം ആശ്വസിച്ചതാ. അങ്ങനെ സമാധാനിക്കാനോ ആശ്വസിക്കാനോ ഒന്നും നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. ചേട്ടന് ഒന്നുമില്ലെങ്കിലും ഒരു ഉത്തമയായ ഒരു നല്ലൊരു ഭാര്യയെ കിട്ടിയില്ലേ? ഉത്തമയായ കുടുംബിനി, സുമുഖിയാണ്, സുന്ദരിയാണ്, സുശീലയാണ്. ഓ, അപ്പൊ ആ കേസ് ഇതുവരെ വിട്ടില്ലല്ലേ? സുശീല ഇപ്പോഴും മനസ്സിൽ തന്നെ അങ്ങോട്ട് ഇരിക്കുകയാണ്. അവളെ ഞാൻ മറന്നാലും അവൾ എന്നെ മറക്കില്ല. അതെന്താ ഇത്ര ഉറപ്പ്? അവൾ ആര് ഫോൺ ചെയ്താലും ആരവളെ ഫോൺ ചെയ്താലും അവൾക്കൊരിക്കലും എന്നെ മറക്കാൻ കഴിയില്ല. അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? എൻ്റെ ഫോണും കൊണ്ടല്ലേ അവൾ പോയത്. ആ ഫോണല്ലേ അവളുടെ കയ്യിലിരിക്കണം. അവൾ എന്നെ ഓർക്കാതിരിക്കും. ഓ, ചേട്ടൻ വിഷമിക്കണ്ട ചേട്ടാ. നമുക്ക് വിധിച്ചത് നമുക്ക് വരുള്ളൂ. ചേട്ടനെ സ്നേഹിക്കാൻ ഞാനില്ലേ? ദേ ഇങ്ങോട്ട് നോക്കിക്കോ. ചേട്ടൻ്റെ ഈ കണ്ണിലേക്ക് നോക്കിയിരിക്കുന്നുണ്ടല്ലോ, ഈ പ്രപഞ്ചം മുഴുവൻ എനിക്ക് കാണാൻ പറ്റും. ലോകപ്രപഞ്ചത്തിലുള്ള കാണാൻ പറ്റും. നല്ല കണ്ണുകളിലേക്ക് നോക്കിയിട്ട് പറ. എന്താ? എൻ്റെ പോക്കറ്റിൽ കിടന്ന 500 രൂപൻ്റെ. അത് 200 രൂപ പച്ചക്കറി കടയിൽ കൊടുത്ത് 300 രൂപ മൈക്രോ ഫിനാൻസിനും കൊടുത്തു. മൊത്തം ഊറ്റിയല്ലേ? എൻ്റെ പ്രപഞ്ചത്തിൻ്റെ കഥയും കൊണ്ട് വന്നിരിക്കണം. സോറി. ഞാനിപ്പോ വരാവേ. എന്താ? അതെ, ഇങ്ങനെ ചെറുപ്പം മുതൽ എടുത്തു വളർത്തിയ ഗോവിന്ദൻകുട്ടി മാമനില്ലേ? മാമനുണ്ട്. ഇന്ന് വൈകുന്നേരം ആക്സിഡന്റിൽ മരിച്ചു. ഞാൻ ആ വിവരം പറയാൻ വേണ്ടി വന്ന. ഞാൻ എങ്ങനെയെങ്കിലും തഞ്ചത്തിലും തരത്തിലും പറഞ്ഞോളാം. ഓ, ഗോവിന്ദൻകുട്ടി മാമൻ എന്ന് പറഞ്ഞാൽ ഇങ്ങേർക്ക് പ്രാന്താണ്, അത്രയ്ക്ക് സ്നേഹമാണ്. അറിയാല്ല. ദൈവമേ, അങ്ങേരെങ്ങാനും മരിച്ചെന്ന് ഇങ്ങേരെ അറിഞ്ഞ ഇത് ഞാൻ അപ്പൂറിട്ട് വീണ് ചാവും. പിന്നെ ഗോവിന്ദൻകുട്ടി മാമനെ അടക്കണ പട്ടടയെ കൊണ്ട് ഇങ്ങേരെ വെക്കേണ്ടി വരും. ഇതിപ്പോ എങ്ങനെ പറയേശ്വരോ? ഏതായാലും നീ നേരിട്ട് ഇന്ന് പറയാഞ്ഞ ഭാഗ്യം. എന്നെ വിളിച്ചത് നന്നായി. പൊക്കോ, ഞാൻ എങ്ങനെയെങ്കിലും പറഞ്ഞ് കൊണ്ടുവരാം. അയ്യോ, അതെ, ഞാനൊരു കാര്യം പറഞ്ഞാലേ ചേട്ടന് പ്രത്യേകിച്ച് മനപ്രയാസം ഒന്നും തോന്നുന്നല്ലേ? ഇത് വിധിയല്ലേ, ഞാൻ അനുഭവിക്കേണ്ടതല്ലേ. ഒരുമിച്ച് ഒന്നിച്ചു ജീവിക്കുന്നു, അത്രേ ഉള്ളൂ. നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയണത്? ഞാനതല്ല വേറൊരു കാര്യമാണ് പറയാൻ വന്നത്. വേറെന്ത് കാര്യം? നമ്മുടെ ഗോവിന്ദൻകുട്ടി മാമനില്ലേ? കഴിഞ്ഞ മാസം ഇവിടെ വന്നു, നമ്മുടെ കൂടെ നിന്നു, നമ്മൾ കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തു, ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു, സന്തോഷമായിട്ട് പോയി. ഇപ്പോൾ ആ ഗോവിന്ദൻകുട്ടി മാമനെ ചെറിയൊരു ആക്സിഡൻ്റ് ഉണ്ടായി. അല്ല, പേടിക്കാനൊന്നുമില്ല, ഞെട്ടണ്ട. അപ്പം ഇച്ചിരി സീരിയസ് ആണെന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണ വഴി മാമൻ പോയി. നിങ്ങൾ വിഷമിക്കല്ലേ? നമ്മൾ നോക്കാതെ ഒന്നും ഇരുന്നില്ലല്ലോ. നമ്മൾ പൊന്നുപോലെ നോക്കിയില്ലേ? നമ്മുടെ കൂടെ സന്തോഷമായിട്ട് ജീവിച്ചില്ലേ? അതെ, നിങ്ങളിങ്ങനെ വിഷമിക്കല്ലേ? അതെ, ഞാനൊരു കാര്യം പറയട്ടെ. ഇങ്ങോട്ട് നോക്ക്. ദൈവത്തിൻ്റെ തിരുമുറ്റത്തിലെ ദൈവം നട്ട് നനച്ച് വളർത്തിയ പൂന്തോട്ടത്തിലെ ഓരോ പൂക്കളാണ് നമ്മൾ ഓരോരുത്തരും. അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പൂവിനെ ദൈവം അങ്ങ് നേരത്തെ നുള്ളിയെടുത്തു എന്ന് കരുതിയാൽ മതി. ഞാൻ ഇത്രയും പറഞ്ഞിട്ട് നിങ്ങൾ എന്തിനാ ഈ മേലോട്ട് നോക്കിയിരിക്കണത്? ദൈവത്തിനൊന്നും നിന്നെ ഒന്നും ഇഷ്ടമല്ലല്ലേ? എന്താ സംഭവിച്ചത്? നിന്നെ ഞാൻ ഫോണിൽ വിളിച്ചിട്ട് നീ എടുക്കണില്ല. നീ ഫോൺ എടുത്താലല്ലേ നിനക്ക് പറ്റിയത് എന്താണെന്ന് എനിക്ക് അറിയാൻ പറ്റുള്ളൂ. നീ കാര്യം എന്നോട് തുറന്നു പറ. മനസ്സിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറയുമ്പോഴേ എനിക്കത് മനസ്സിലാകുള്ളൂ. ഈ പെണ്ണുങ്ങളെന്ന് ഒരിക്കലും വിശ്വസിക്കരുതാ. അത് ഇപ്പോഴാണ് മനസ്സിലായത്. ഞാനൊരു പെണ്ണുമായിട്ട് എത്ര നാൾ പ്രണയിച്ചതാണ്. ഓ, അവളെന്നോട് എപ്പോഴും പറയുമായിരുന്നു, നമുക്ക് ഒരുമിച്ച് ജീവിക്കണം. ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ലെങ്കിൽ ഒരു ദിവസമെങ്കിലും ഒരുമിച്ച് ജീവിച്ചിട്ട് നമുക്ക് ഒരുമിച്ച് മരിക്കാമെന്ന് പറഞ്ഞോളാം. ഇപ്പം എന്താണ് കാര്യം പറ. അവള് വേറെ ഒരുത്തൻ്റെ കൂടെ എന്നെ തെച്ചിട്ട് ഒളിച്ചോടി പോയി. ഇപ്പം സമാധാനമായില്ല. ഞാൻ അവളെ കഴിഞ്ഞ ദിവസം ബസ് സ്റ്റോപ്പിൽ വെച്ച് കണ്ടു. അപ്പം നീ ഒന്നും പറഞ്ഞില്ല അവളോട്? ഞാൻ പറഞ്ഞു, നീ എന്തിനാണ് എന്നോട് ഇങ്ങനെ കാണിച്ചത്? നീ എന്തിനാ ഇങ്ങനെ ചതിച്ചത്? അപ്പോൾ അവള് പറയണ്, അവൾ ഒളിച്ചോടിയപ്പോൾ ചേട്ടനെ വിളിക്കാൻ മറന്നുപോയെന്ന്. പോയത് പോട്ടെ.
ഇപ്പം അതിനെക്കുറിച്ച് ഓർത്ത് വിലപിച്ചിട്ടോ സങ്കടപ്പെട്ടിട്ടോ കുണ്ഠിതപ്പെട്ടിട്ടോ ഒന്നൊരു കാര്യമില്ല. പ്രേമം ഇത്രേ ഉള്ളൂ. അതിനെ കുറിച്ച് ഓർത്ത് ഇനി പരിക്കുട്ടിയെ പോലെ കടപ്പുറത്ത് പാട്ടുപാടി നടക്കാനോ ആത്മഹത്യ ചെയ്യാനോ കെട്ടിത്തൂങ്ങാനോ ഒന്നും നിൽക്കണ്ട. നീ ആണാണെങ്കിൽ, ഇന്ന് നല്ലൊരു ഉത്തമ പുരുഷനാണെങ്കിൽ നീ ചെയ്യേണ്ടത് എന്താണെന്നറിയാം? അവളുടെ മുമ്പിൽ ജീവിച്ച് കാണിക്കണം. അങ്ങനെയെങ്കിൽ ഞാനിത് എത്ര പേരുടെ മുമ്പ് ജീവിച്ച് കാണിക്കണം? നീ എന്തിനാണ് അത്യാവശ്യമായിട്ട് എന്നെ കാണുമെന്ന് പറഞ്ഞത്? എന്നെ കാണണമെന്ന് പറഞ്ഞത് എനിക്ക് വേണ്ടി കാണാൻ വേണ്ടിയിട്ടുള്ള വിഷ്കണിയൊന്നും അല്ല നീ. ഞാൻ വിചാരിച്ചത് നീ ആണൊരുത്തരാണെന്നാണ് വിചാരിച്ചത്. എടാ നീ കാര്യം പറയടാ. ലജ്ജ തോന്നിപ്പോയി, വിഷമം തോന്നിപ്പോയി. എന്തിന്? എന്തിന്? ഇങ്ങനത്തെ ഒരു കൂട്ടുകാരൻ എനിക്ക് ഉണ്ടായതേ. എടാ വിളിക്കണോടാ, എന്നെ വിളിക്കണോടാ, ഞാൻ വരും കൂടെ. എടാ നീ കാര്യം പറ. കാര്യം എന്താ പറയണത്? കാര്യം നിനക്കറിയാലോ. നീ ഭാര്യയും കൂടി കഴിഞ്ഞ ദിവസം 2 വീലറിന് പോയാ? പോയാ? പോയി കഴിഞ്ഞ് നിങ്ങൾ വണ്ടി ഓടിച്ചുകൊണ്ട് വരുമ്പോൾ ഒരു കാർ ഓവർടേക്ക് ചെയ്തിട്ട് നിങ്ങൾ വട്ടം വെച്ചാ നീ കണ്ടായിരുന്നത്? നീ വെച്ചായില്ല. CCTV ക്യാമറ വെറുതെ ഉള്ളതല്ല. എന്നോട് കൂട്ടുകാർ പറഞ്ഞതാ. വെച്ചതിനാ വെച്ച് വട്ടം വെച്ചിട്ട് നിന്നെ വിളിച്ച് താഴെ ഇറക്കിയിട്ട് ആ സ്കൂട്ടറിൽ നിന്ന് ഇറക്കിയിട്ട് ചെവിക്കല്ലിനി പടപടയെന്ന് പറഞ്ഞ് 3 ആളം തന്ന നെഞ്ചത്തിട്ട് ചവിട്ടിയാ. നിന്നെ ചവിട്ടിക്കുട്ടി ഒരു സ്ഥലത്ത് ഒതുക്കിയിട്ടാ. എന്നിട്ട് അവൻ ഭാര്യൻ വിളിച്ചുകൊണ്ട് കാറിനകത്ത് കയറ്റിയിട്ട് അവൻ വിട്ടുപോയാ. എടാ അവൻ റൗഡി ആവട്ടെ, അവൻ കേടി ആവട്ടെ, അവൻ ആരാവട്ടെ, ഗുണ്ടയാവട്ടെ, എടാ അവൻ പോകുമ്പോഴേ നീ പൊരുതി നിൽക്കണം. അല്ലെങ്കിൽ ഭാര്യനെയും കൊണ്ട് ഇതുപോലെ നമ്മൾ സ്കൂട്ടറിൽ പോകാൻ നിൽക്കരുത്. ഒരു വാക്ക് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അപ്പം ഓടി അവിടെ എത്തുമായിരുന്നു. ഞാൻ ഇടപെടുമായിരുന്നു, ജീവം കളഞ്ഞ് പോരാടുമായിരുന്നു. നീ അത് ചെയ്തില്ല. നീ അത് കണ്ടിട്ട് നീ വണ്ടി അപ്പം തന്നെ എടുത്ത് മുന്നോട്ട് പോയി കളഞ്ഞു. എടാ നീ ഇത്ര ചൂടാവല്ലേ. ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ വിചാരിച്ചത് നീ ഒരു മര്യാദ പുരുഷോത്തമനാണെന്നാ, നീ ധൈര്യമുള്ളവനാണെന്ന് വിചാരിച്ചത്. നീ ഇത്ര മണവണാഞ്ചനാണെന്ന് ഞാൻ ഇപ്പോഴറിയണത്. എടാ ഞാനൊരു കാര്യം പറയട്ടെ. അവൻ വിളിച്ചിറക്കി അവന്റെ കാറിൽ കയറ്റിക്കൊണ്ട് പോയില്ലേ, അതെന്റെ ഭാര്യയല്ല, അവന്റെ ഭാര്യയാ. നമ്മൾ എന്തിനാടാ വല്ലവന്റെ കുടുംബകാര്യത്തിൽ ഇടപെടണത്? ചെണ്ടയുടെ യാത്രയിൽ നമസ്കാരം. ചെണ്ട എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം അസുരവാദ്യമാണ്. ചെണ്ട എല്ലാവർക്കും അറിയിപ്പ് കൊടുക്കുന്ന ഒന്നാണ്. ചെണ്ട എന്നാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര്. നമ്മൾ ചെണ്ട കൊട്ടി തുടങ്ങിയിട്ട് ഏതാണ്ട് 280ഓളം എപ്പിസോഡുകൾ കഴിയുന്നു. എല്ലാ വെള്ളിയാഴ്ചകളും ചെണ്ട റിലീസ് ചെയ്യുന്നു. സമകാലീന സംഭവങ്ങളും ആക്ഷേപഹാസ്യങ്ങളും ഒക്കെ നമ്മളിതിനകത്ത് കയറ്റി വിടാറുണ്ട്. ചില സമയത്ത് വിഷയ ദാരിദ്ര്യങ്ങളൊക്കെ നമുക്ക് വരാറുണ്ട്. ആ സമയത്ത് നമ്മളിൽ ചില പൈങ്കിളി സംഭവങ്ങളൊക്കെ കയറ്റി വിടാറുണ്ട്. അതിൻ്റെ വിമർശനങ്ങളൊക്കെ ഞങ്ങൾ കേൾക്കാറുണ്ട്. നിർദ്ദേശങ്ങളും വിമർശനങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങൾ എഴുതി അറിയിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ചെണ്ട സബ്സ്ക്രൈബ് ചെയ്തവർ, ചെണ്ട കണ്ടുകൊണ്ടിരിക്കുന്നവർ, ചെണ്ടയ്ക്ക് ഇന്ന വിഷയം വേണം, വിഷയത്തിലേക്ക് മാറണം എന്നൊക്കെ പറയുന്ന നിരവധി ആളുകളുണ്ട്. ഒരു പ്ലേ ബട്ടൺ കിട്ടണം എന്നൊക്കെ ഞങ്ങളുടെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനൊരു മുടക്കവും കൂടാതെ നമ്മൾ ഈ യാത്ര തുടർന്നു. അതിന് കുറേ അധികം പേരുണ്ട്. ഷിജു അഞ്ജുമനെയാണ് ഇത് ഡയറക്റ്റ് ചെയ്യുന്നത്. എഡിറ്റ് ചെയ്യുന്നത് ബിനുഗോപിയുടെ വീട്ടിലാണ്. ബിനുഗോപിയുടെ കൂടെ അതിൻ്റെ കൂടെ ആരൊക്കെയുണ്ട്? സുജിൻ ലാല്, ഹരീഷ് ഹരിദാസ് ഉണ്ടായിരുന്നു, പിന്നെ ഒരു രവിശങ്കർ, അങ്ങനെ എഡിറ്റേഴ്സ് പലരും ഇങ്ങനെ മാറി മാറി ഒക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ ക്യാമറമാൻമാർ സിമുലേഷൻ ഉണ്ട്, അതുപോലെ തന്നെ സിജു ഉണ്ട്, അതുപോലെ തന്നെ റഹീമുണ്ട്. അങ്ങനെ കുറേ അധികം ആളുകളുടെ കൈകളിലൂടെ അഭ്രപാളികളിൽ ഇത് പകർത്തിയിട്ടാണ് ഈ പരിപാടി ഇവിടെ അവതരിപ്പിച്ചത്. അഭിനയിക്കാൻ നിതയുണ്ട്, മുഹമ്മദ് പ്രസാദുണ്ട്, സിസിയുണ്ട്, ഇന്ന് പിന്നെ വിജയനുണ്ട്, ഷിഹാബുണ്ട്. ഏറെ എപ്പിസോഡുകൾ ചെയ്തിട്ടുള്ള ആളുകളാണ്. ആർട്ട് വർക്ക് ചെയ്യാൻ മധുവുണ്ട്. അങ്ങനെ കുറേ അധികം ആളുകളുടെ ഒരുമിച്ചുള്ള കൂട്ടായ്മയിലാണ് ഈ സംഭവം നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഭയങ്കര ഒരു സന്തോഷ വാർത്തയാണ്. ഇന്നത്തെ ഞങ്ങളുടെ ഷൂട്ടിംഗ് വേളയിലാണ് അല്ലേ ഈ പരിപാടി, അല്ലേ എൻ്റെ വൈഫ് ഇത് ഷിജി ഇത് കൊണ്ടുവരുന്നത്. അപ്പോൾ കൊണ്ടുവരുമ്പോൾ ഞങ്ങൾക്കൊരു ഭയങ്കര സന്തോഷമുണ്ട്. എന്തായാലും ഈ കൂട്ടായ്മയ്ക്ക് കൂട്ടുനിന്ന ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകരുടെയും സ്നേഹപൂർവ്വമായ ആദരവിന് മുമ്പിൽ അർപ്പിച്ചുകൊണ്ട് ഞങ്ങളിത് സമർപ്പിക്കുകയാണ്. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? നമ്മുടെ ഈ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഷീച്ചേച്ചി മധുരം പങ്കുവെക്കാനാണ് നമ്മുടെ ലൊക്കേഷനിൽ എത്തിച്ചേർന്നത്. മധുരമുള്ള വാക്കുകൾ പറയും. ജിലേബി എന്നൊക്കെ പറഞ്ഞാലും ലഡു എന്ന് പറഞ്ഞാലും മധുരമുള്ള വാക്കുകൾ. ഇല്ല, മധുരം വെറുതെ പറയുന്നല്ലേ ഷീച്ചേച്ചി. ഇത് സന്തോഷമായിട്ട് പായസമൊക്കെ വെച്ചോണ്ടാ വന്നിരിക്കുന്നല്ലേ ഷീച്ചേച്ചി. അപ്പൊ നമ്മുടെ ഈ സന്തോഷത്തിൽ ഞങ്ങൾ മധുരം പങ്കിട്ട് ആഘോഷിക്കുമ്പോൾ നിങ്ങളും
ആ മധുരത്തിൽ പങ്കുചേരുക. ആരെയും ഉപദ്രവിക്കാതെ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ അധികമില്ലാത്ത രീതിയിൽ, വ്യക്തിപരമായ ഹത്യകളില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. ആ ഒരു കൂട്ടായ്മ 250 മേലെ എപ്പിസോഡുകളായി. 280 280. അപ്പോൾ ഈ അറിയാലോ, കണ്ടന്റുകൾക്ക് ക്ഷാമം സംഭവിക്കാം. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ചിലവർ ആ സമയത്ത് നമ്മളോട് വഴക്കിട്ടിട്ടുണ്ട്, പോരാ എന്ന് പറഞ്ഞവരുണ്ട്. നല്ല എപ്പിസോഡ് കാണുമ്പോൾ വഴിയിൽ പോലും തടഞ്ഞു നിർത്തി കെട്ടിപ്പിടിക്കുകയും സ്നേഹം പങ്കിടുകയും ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എല്ലാ ആർട്ടിസ്റ്റുകൾക്കും, ഇതിനകത്തുള്ള എല്ലാ ആർട്ടിസ്റ്റുകൾക്കും അതിൻ്റെ ഒരുപാട് ഗുണങ്ങൾ കിട്ടിയിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ സ്നേഹമാണ് ഞങ്ങളുടെ ഊർജ്ജം. അപ്പോൾ എന്തായാലും ഈ യാത്ര ഞങ്ങൾ തുടരുന്നു. ചെണ്ട ഇനിയും കൊട്ടിക്കൊണ്ടിരിക്കും. അതിൻ്റെ സ്നേഹവും പ്രോത്സാഹനവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. സ്നേഹപൂർവ്വം ഇതിനോടൊപ്പം നിന്ന് എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട്, ആശംസകൾ നേർന്നുകൊണ്ട് ചെണ്ടയുടെ ടീം